തൃശൂർ പഴയന്നൂർ ദേവീക്ഷേത്രത്തിലെ അമൂല്യ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണങ്ങൾ നടന്നത്. പക്ഷേ ആ അന്വേഷണവും ഒരു പരിധിക്കപ്പുറത്തേക്ക് നീങ്ങുന്നില്ല എന്നുള്ള പരാതിയാണ്, വഴിമുട്ടുന്നതായുള്ള പരാതിയാണ്. ജൂൺ മാസത്തിലെ സ്റ്റോക്ക് പരിശോധനയിലാണ് കിരീടം കാണാതായ വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തിന് പിന്നാലെ മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശിനെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. ദേവസ്വത്തിനും ജീവനക്കാർക്കും കിരീടം കാണാതായതിൽ പങ്കുണ്ടെന്ന് BJP ആരോപിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ടതുമായ പഴയന്നൂർ ദേവീക്ഷേത്രത്തിലെ അമൂല്യ കിരീടമാണ് കാണാതായത്. ഈ മാസം 14-ന് പുതിയ ദേവസ്വം ഓഫീസർ ചുമതലയേറ്റപ്പോൾ നടത്തിയ സ്റ്റോക്ക് പരിശോധനയിലാണ് കിരീടം കാണാതായതായി വ്യക്തമായത്. എന്നാൽ ഇക്കാര്യം ദേവസ്വം ഭാരവാഹികളും ക്ഷേത്രോപദേശക കമ്മിറ്റിയും രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും ഭക്തർ പരാതി ഉന്നയിച്ചതോടെയാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ഇതിനു പിന്നാലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കിരീടം മോഷണം പോയതായി സ്ഥിരീകരിച്ചത്. സംഭവത്തിന് പിന്നാലെ മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശിനെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. കള്ളന്മാർ കപ്പലിൽ തന്നെയാണെന്നും സംഭവത്തിൽ ഉടൻ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും BJP അറിയിച്ചു. അവിടുത്തെ കിരീടം, സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള കിരീടം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും അതിൻ്റെ അന്വേഷണം പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് അവിടെ അന്വേഷിച്ചു. അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്ത് പോലീസുകാരും അവരുടെ അന്വേഷണത്തിന് വലിയ രീതിയിലുള്ള സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു തുടക്കം കിട്ടിയെങ്കിലും ഇതുവരെയായി അവിടുത്തെ ആഭാരവൃന്ദം ജനങ്ങൾക്കും വിശ്വാസികൾക്കും ഒരു മറുപടി നൽകാൻ അവിടുത്തെ ദേവസ്വം ബോർഡിനോ അതേപോലെ തന്നെ ഉപദേശക സമിതിക്കോ അവിടെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ അന്വേഷണം വെറുതെ പ്രഹസനമാണ്. 2013-ൽ ക്ഷേത്രത്തിൽ വഴിപാടായി ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് കാണാതായ സ്വർണ്ണ കിരീടം. 15 ഗ്രാം സ്വർണത്തിൽ നിർമ്മിച്ച കിരീടത്തിൽ 3 ചെമ്പവിഴ രത്നങ്ങളും ഒരു ഇന്ദ്രനീല രത്നവുമാണ് പതിപ്പിച്ചിരുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.